ദീർഘക്ഷമയുള്ളവനും മഹാദയാലുവും കരുണാസമ്പന്നനുമായ നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തു. അതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയ അല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോശയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ അടുത്തു വന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് കാണിച്ച മഹാദയയും കരുണയും അവന്റെ ദീർഘക്ഷമയും വിശ്വസ്തതയും എത്ര വലുതാണ് എന്ന് ധ്യാനിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് റോമാലേഖനം 9-ാം അധ്യായത്തിലെ തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയമാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കാതെ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ ദൈവം അയച്ച മശിഹായെ തള്ളിപ്പറയുകയും ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ജാതികളെ തിരഞ്ഞെടുത്തതിന്റെ മഹത്വവും നാം കാണുകയാണ്. നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് അവിടെ വ്യക്തമായി വെളിപ്പെടുന്നത്. നാം ആരായിരുന്നു എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് 22-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം തന്റെ കോപം കാണിക്കുവാൻ തീരുമാനിച്ചവരായിരുന്നു നാം. ദൈവത്തിന്റെ കോപം എത്ര വലുതാണ് എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ചാൽ, ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അവൻ പാപത്തെ ഏറ്റവും അധികം ശക്തിയോടെ ശിക്ഷിക്കുന്നവനാണ്. ദൈവത്തിന്റെ കോപപാത്രങ്ങളായിരുന്നു നാം. അപ്പോൾ ദൈവത്തിന്റെ കോപം നമ്മിൽ കാണിക്കുവാൻ തക്കവണ്ണം ഹീന പാപികളായിരുന്നു നാം. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ, എന്താണ് ദൈവത്തിന്റെ ശക്തി? നാം പാപികൾ എന്നുള്ള നിലയിൽ നമുക്കറിയാം. എന്താണത്? നിങ്ങളെയും എന്നെയും നിത്യ നരകത്തിൽ തള്ളിയിട്ട് അവിടെ തൻ്റെ ആ കോപം എരിയുന്ന ആ നിത്യമായ നരകത്തിൽ നിങ്ങളെയും എന്നെയും ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി. എന്നാൽ ആ ശക്തി ദൈവസ്നേഹം വ്യാപരിക്കുന്ന ഒന്നായി മാറുന്നത് ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം ഇവിടെ തന്റെ കോപം കാണിക്കുവാനായിട്ട് നാം ആയിരുന്നവരാണ് എന്ന് കാണിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാനായിട്ട് ആക്കിയവരായിരുന്നു എന്ന് നാം കാണുന്നു. മൂന്നാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് 24-ാം വാക്യത്തിലാണ്, നാശയോഗ്യമായ കോപപാത്രങ്ങളായിരുന്നു നാം. അതെ, ദൈവത്തിന്റെ കോപം കാണിക്കുവാൻ നിയമിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ പാപത്തിന്റെ ശിക്ഷയുടെ ശക്തി എത്ര വലുതെന്ന് വെളിപ്പെടുത്തുവാൻ നിയമിക്കപ്പെട്ടവർ, കോപപാത്രങ്ങൾ. ആ കോപപാത്രങ്ങൾ എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. വെസൽസ് ഓഫ് റാത്ത് പ്രിപ്പയർഡ് ഫോർ ഡിസ്ട്രക്ഷൻ. നാശയോഗ്യമായ കോപപാത്രങ്ങൾ എന്നുള്ളത് നാം ഇവിടെ വായിക്കുന്നത് വെസൽസ് ഓഫ് റാത്ത് പ്രിപ്പയർഡ് ഫോർ ഡിസ്ട്രക്ഷൻ. നാശത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന കോപപാത്രങ്ങൾ.
അതെ, നിങ്ങളും ഞാനും നാശയോഗ്യരായിരുന്നു. നിങ്ങളും ഞാനും പാപനിമിത്തം നിത്യമായ നാശത്തിന് അവകാശികളായിരുന്നു. പ്രിപ്പയർഡ് ഫോർ ഡിസ്ട്രക്ഷൻ, ഇറ്റേണൽ ഡിസ്ട്രക്ഷൻ, നിത്യമായ നാശത്തിനു വേണ്ടി നാം നിയമിക്കപ്പെട്ടവരായിരുന്നു, കോപപാത്രങ്ങളായിരുന്നു. പിന്നെയും നാം നമ്മെക്കുറിച്ച് കാണുന്നത് അടുത്ത വാക്യത്തിൽ 26-ാം വാക്യത്തിലും 25-ാം വാക്യത്തിലുമായിട്ട് കാണാം. അവിടെ നാം കാണുന്നത് എന്റെ ജനം അല്ലാത്തവർ എന്ന് 25-ാം വാക്യത്തിൽ കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ ജനമല്ലാത്തവരായിരുന്നു നാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും പിശാചിന്റെ മക്കളായി തീർന്നവരാണ്, പാപത്തിന്റെ സന്തതികളായി തീർന്നു, പിശാച് എന്ന അപ്പന്റെ മക്കളായി തീർന്നു. അപ്പോൾ പിശാച് എന്ന അപ്പന്റെ മക്കളായി എന്നുള്ളത് കൊണ്ട് നാം ദൈവത്തിന്റെ ജനമല്ല, പിശാചിന്റെ ആടുകളായി വിൽക്കപ്പെട്ടവരായി മാറി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്ന നമ്മെക്കുറിച്ച് എന്തോ ഒരു വലിയ മാറ്റം വരുത്തുന്നു എന്നുള്ളത് നാം പിന്നെയും കാണുകയാണ്. നാം ഇവിടെ കാണുന്നത് എന്റെ ജനമല്ലാത്തവർ. ഇനിയും അടുത്തതായിട്ട് നാം 5-ാമതായിട്ട് കാണുന്നത് പ്രിയ അല്ലാത്തവൾ, നോട്ട് ബിലവഡ്. നിങ്ങളും ഞാനും ദൈവത്തിന് പ്രിയരായിരുന്നില്ല, പ്രിയരല്ലാത്തവരായി ഇരുന്നവർ. അപ്പോൾ നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ അവസ്ഥയിൽ നാം നഷ്ടപ്പെട്ടു പോയവരായപ്പോൾ നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്ന 5 വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നാം ഇവിടെ വളരെ പ്രത്യേകമായിട്ടൊരു പദം കാണുകയാണ്, വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ. അപ്പോൾ നിങ്ങളും ഞാനും തൻ്റെ കോപം കാണിക്കുവാനുള്ളവരായിരുന്നു, തൻ്റെ ശിക്ഷയുടെ ശക്തി വെളിപ്പെടുത്തുന്നവർ ആയിരുന്നു. നിങ്ങളും ഞാനും കോപപാത്രങ്ങളായിരുന്നു, ജനമല്ലാത്തവരായിരുന്നു, പ്രിയരല്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ള നമ്മെ ദീർഘക്ഷമയോടെ സഹിച്ചു. അപ്പോൾ നിങ്ങളും ഞാനും പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളരുമ്പോൾ നിങ്ങളോടും എന്നോടും ദൈവത്തിന്റെ ആ ദീർഘക്ഷമ എന്താണ്? ദീർഘക്ഷമ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? എന്തായിരുന്നു ദൈവത്തിന്റെ ദീർഘക്ഷമ? ദൈവം തന്റെ ദീർഘക്ഷമ വെളിപ്പെടുത്തിയത് ആ കാൽവറി ക്രൂശിൽ തന്റെ പുത്രനെ തകർത്ത് ദൈവം നമ്മോട് ക്ഷമിക്കുന്ന ക്ഷമയാണ്. ദൈവത്തിന്റെ ആ മഹാകരുണ, മഹാദയ, മഹാസ്നേഹം അത് നമുക്ക് എത്ര വർണ്ണിച്ചാലും വർണ്ണിച്ചു തീർക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവം നമ്മളോട് തന്റെ ദീർഘക്ഷമ കാണിച്ചു. അങ്ങനെ ദീർഘക്ഷമ കാണിച്ചത് കൊണ്ട് നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടു, നമ്മുടെ പാപം പരിഹരിക്കപ്പെട്ടു. തന്റെ പുത്രനെ നമുക്ക് പകരമായി ക്രൂശിൽ തകർത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മഹാരക്ഷ അത് നമുക്ക് സ്വന്തമായതോടുകൂടെ നമ്മളുടെ അഡ്രസ് മാറി, നമ്മുടെ പദവി മാറി. നമ്മൾ ആരായി തീർന്നു എന്ന് നാം വായിക്കുകയാണ് 26-ാം വാക്യം. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ കോപപാത്രങ്ങളായിരുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന പേര് ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നാണ്. അത് ലഭിക്കുവാൻ കാരണം ദൈവത്തിന്റെ മഹാദീർഘക്ഷമയാണ്. ആ ദീർഘക്ഷമ കാണിച്ച് ജാതികളായിരുന്ന നിങ്ങളെയും എന്നെയും ദൈവം വീണ്ടെടുത്തപ്പോൾ ആ ദീർഘക്ഷമ ദൈവം യഹൂദനോടും കാണിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 9-ാം അധ്യായം. 9, 10, 11 അധ്യായങ്ങളിൽ ഈ വിഷയം തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു ഭാവി പദ്ധതി ഉണ്ട്. ദൈവം യഹൂദരോടുള്ള ബന്ധത്തിൽ ഇനിയും ഇടപെടും. ദൈവം തന്റെ രാജ്യം സ്ഥാപിച്ചവർക്ക് നൽകും എന്നിങ്ങനെയുള്ള സത്യങ്ങളാണ് 9, 10, 11 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കോപപാത്രങ്ങളായിരുന്ന നമ്മളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചപ്പോൾ എന്തു സംഭവിച്ചു എന്ന് നാം അടുത്തതായിട്ട് കാണുകയാണ്. നാം വീണ്ടും ഇവിടെ വായിക്കുന്നത് നമ്മളെ തേജസ്സിനായി മുന്നൊരുക്കി എന്നാണ്
23 വായിക്കുന്നത്. ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കി. അതെ, സ്വർഗത്തിലെ ദൈവം ഈ പാപത്തിന്റെ എല്ലാ ഭയങ്കരതയും ബാധിച്ചിരുന്ന നിങ്ങളെയും എന്നെയും ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങളും ഞാനും വിളിക്കപ്പെട്ട അവസ്ഥയിൽ അശുദ്ധരായി, പാപികളായി, ദൈവത്തിന്റെ ശത്രുക്കളായി, ബലഹീനരായി, അഭക്തരായി തീർന്നവരായിരുന്നല്ലോ. എന്നാൽ അവൻ നിങ്ങളെയും എന്നെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ നിങ്ങളെയും എന്നെയും വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, നാം അവന്റെ വകയായി തീർന്നപ്പോൾ, നിങ്ങളും ഞാനും തേജസ്സിനായി മുന്നൊരുക്കപ്പെട്ടവരായി തീർന്നു. എത്രയോ മഹനീയമായ ഒരു ചിന്തയാണ് അത്. വി ആർ പ്രിപ്പയർഡ് ഫോർ ഗ്ലോറി. നമ്മെ വിളിച്ചു. അതെ, അവൻ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നാം ദൈവത്തിന്റെ മുമ്പാകെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മെ അവൻ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നു. അങ്ങനെ മുന്നൊരുക്കിയിരിക്കുന്ന നമ്മളുടെ പ്രത്യേകതകൾ എന്താണെന്ന് അവിടെ വായിക്കുകയാണ്. നാം തേജസ്സിനായി മുന്നൊരുക്കപ്പെട്ടവരാണ്. രണ്ടാമതായി, നാം കരുണാപാത്രങ്ങളാണ്. ഒരിക്കൽ കോപപാത്രമായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ സകല കരുണയും, ദൈവത്തിന്റെ ആർദ്ര കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നവരായിട്ട് നാം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഭാഗ്യപദവിയിൽ നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമതായിട്ട് നാം അവിടെ കാണുകയാണ്, നാം കരുണാപാത്രങ്ങളായി തീർന്നു. മൂന്നാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് 24 ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം നമ്മിൽ വെളിപ്പെടുത്തി. നാം വായിക്കുന്നത് തന്നെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് എന്നാണ്. അപ്പോൾ ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുവാൻ കാരണം ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചു. അതെ, ഒന്നാമതായിട്ട് നാം കാണുന്നത് തേജസ്സിനായി നമ്മെ മുന്നൊരുക്കി. രണ്ടാമതായി നാം കരുണാപാത്രങ്ങളായി തീർന്നു. മൂന്നാമതായിട്ട് തേജസ്സിന്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം തേജസ്സിന്റെ ധനം എന്താണെന്ന് നമ്മളിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. ഒരു പാപിയെ എങ്ങനെയാണ് വിശുദ്ധീകരിച്ച് നീതിമാനാക്കി തീർത്ത് അവനിലൂടെ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുന്നതെന്ന് ഇന്ന് നിങ്ങളിലൂടെയും എന്നിലൂടെയും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേജസ്സിന്റെ ധനം മറ്റുള്ളവർ അറിയുവാൻ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം ജാതികളിൽ നിന്ന് നമ്മളെ വിളിച്ചു. എത്രയോ ശ്രേഷ്ഠമായ വിലയേറിയ സത്യം ആണത്. അതിന് കാരണമായി തീരുന്ന കാര്യം നാലാമതായിട്ട് നമ്മളിവിടെ കാണുന്നു, നമ്മെ ദീർഘക്ഷമയോടെ സഹിച്ചു. അതെ, ഇന്ന് ദൈവത്തിന്റെ ദീർഘക്ഷമ നമ്മളോട് എത്ര വലുതാണ്. നിങ്ങളെയും എന്നെയും അവൻ നശിപ്പിക്കാതിരിക്കുന്നത് അവന്റെ കരുണയാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. നിങ്ങളോടും എന്നോടും അവന്റെ ദയ വലുതായിരിക്കയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അവന്റെ സന്നിധിയിൽ വീണ് അവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം, അവൻ ആരാധനയും പുകഴ്ചയും അർപ്പിക്കാം. പിന്നെ നമ്മളോട് വായിക്കുന്നത് നമ്മൾ ആരായി തീർന്നു എന്നുള്ളത് 25 എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്ന് വിളിച്ചു. അതെ, നാം ഇന്ന് ദൈവത്തിന്റെ ജനമാണ്. അത് നമ്മുടെ ഒരു സൗഭാഗ്യമാണ്. ദൈവത്തിന്റെ ജനമായി തീരുവാൻ കഴിഞ്ഞത് എത്രയോ വിലപ്പെട്ട ഭാഗ്യമാണ്. അതെ, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നാം യേശുവിനെ രക്ഷകനും കർത്താവായി അംഗീകരിച്ചതോടുകൂടെ ദൈവം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. നാം ദൈവത്തിന്റെ ജനമായി തീർന്നു. വീണ്ടും നാം അവിടെ കാണുന്നത് ആറാമതായിട്ട് നാം ദൈവത്തിന് പ്രിയരായി തീർന്നു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രിയ അല്ലാത്തവളെ പ്രിയ എന്നും വിളിച്ചു. അതെ, നിങ്ങളും ഞാനും ദൈവത്തിന് പ്രിയരായി തീർന്നു. ദൈവത്തിന് പ്രിയരായി തീർന്നതിന്റെ ഭാഗ്യം എത്ര വലുതാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് പ്രിയരായി നാം മാറിയിരിക്കുന്നു. നാം ദൈവത്തിന് പ്രിയ. ഇതെല്ലാം നമുക്ക് വന്നു ഭവിച്ചപ്പോൾ നമ്മളെ കുറിച്ച് പറയുകയാണ്, അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ. നിങ്ങളും ഞാനും ദൈവത്തിന്റെ മക്കളായി തീർന്നത് എങ്ങനെയാണ്? അതെ, കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി നാം തീർന്നത് കൊണ്ട് നാം ദൈവമക്കളായി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് കൊണ്ട് നാം ദൈവമക്കളായി തീർന്നു. നാം ദൈവത്തിന്റെ ജനമാണ്. നാം ഇന്ന് ദൈവത്തിന് പ്രിയരാണ്.
നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി തീർന്നു എന്നുള്ള ഭാഗ്യവും നമുക്കുണ്ട്. നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ദൈവത്തിന്റെ ദീർഘക്ഷമയിൽ നിന്ന് നമ്മളിൽ വെളിപ്പെടുകയും നാം ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം നമ്മളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളെന്നുള്ള ആ ഭാഗ്യപദവി സന്തോഷത്തോടെ അനുഭവിച്ച് നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നവരായി തീരാം. ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത് കൊണ്ട് അവന് സകല സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. നമുക്കൊരു വാക്ക് ദൈവത്തിന് ആരാധന അർപ്പിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദീർഘക്ഷമയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അങ്ങയുടെ പുത്രനെ ക്രൂശിൽ തകർത്ത് പാപികളായിരുന്ന ജാതികളായിരുന്ന ഞങ്ങളെ രക്ഷിപ്പാൻ ദൈവത്തിന് ദയ തോന്നിയിട്ട് സ്വന്തം ജനമല്ലാതിരുന്നവരെ ഇന്ന് ഞങ്ങളെ ജനമെന്ന് വിളിക്കുവാൻ, നിന്റെ ജനമെന്ന് വിളിക്കുവാൻ, ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കുവാൻ, ഞങ്ങളെ ദൈവത്തിന് പ്രിയനെന്ന് വിളിക്കുവാൻ, ഞങ്ങളെ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കുവാൻ ദൈവത്തിന് ഞങ്ങളോട് കരുണ തോന്നിയത് ഓർത്ത് സ്തോത്രം. പ്രിയ പിതാവേ, ഞങ്ങളുടെ പുത്രനെ ക്രൂശിൽ തകർത്ത് അടിയങ്ങൾക്കായിട്ട് ഒരുക്കി രക്ഷയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.